ഒരിക്കൽ ഒരഭിഷിക്തൻ ശുശ്രൂഷ കഴിഞ്ഞ് വിശ്രമിക്കുന്ന ആ സ്ഥാനത്തേക്ക് ഒരു യൗവനക്കാരൻ വന്നു. അവൻ ഇപ്രകാരം അവൻ്റെ പഴയ ചരിത്രങ്ങളെല്ലാം പറയുന്ന കൂട്ടത്തിൽ അവനിങ്ങനെ പറഞ്ഞു: ബ്രദർ, എന്നെ എല്ലാവരും അനാഥനെന്ന് വിളിക്കുന്നു. കാരണം എൻ്റെ അമ്മ മരണപ്പെട്ടു. എൻ്റെ നാട്ടിൽ എൻ്റെ അപ്പൻ്റെ ബന്ധുക്കൾ ഞങ്ങളുടെ വസ്തുവകകളെല്ലാം അപഹരിച്ചു കളഞ്ഞു. ഞാനൊരു അനാഥനെ പോലെ ആ ദേശം വിട്ട് ഓടി ഈ ദേശത്ത് വന്ന് ആരെയും അറിയാത്ത ഈ പട്ടണത്തിൽ ഞാൻ ജോലി ചെയ്യുമ്പോൾ ഈ ഗ്രാമത്തിലുള്ളവർ എന്നെ നോക്കി പറയുന്നു, അനാഥൻ. ഞാൻ അനാഥനാണോ? ഇന്ന് കേരളത്തിലോ ഇന്ത്യയിലോ ലോകത്തിലെ പല സ്ഥാപനങ്ങളിൽ ഒരുപക്ഷെ നാം പല സ്ഥലങ്ങളിൽ, പല ഭവനങ്ങളിൽ, പല ഓഫീസുകളിൽ, പല വിശ്രമ കേന്ദ്രങ്ങളിൽ നാം മനുഷ്യരോട് ഇടപെടുകയാണെങ്കിൽ അവരുടെ ഉള്ളിലെ ഒരു ചോദ്യമാണ് ഈ ചോദ്യം: ഞാൻ അനാഥനാണോ? ഒരു കൊച്ചു കുഞ്ഞ് കരയുന്നത് പോലെ കരഞ്ഞുകൊണ്ട് ഒരുപക്ഷെ പലരും നമ്മളോട് ചോദിച്ചേക്കാം. താങ്ങുവാൻ കഴിയാത്ത ഹൃദയത്തിൽ വെമ്പലോടെ ആരോടെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് ആശ്വാസം പ്രാപിക്കുവാൻ ഒരു കുഞ്ഞ് വെമ്പുന്നത് പോലെ ഒരുപക്ഷെ നമ്മളോട് പറഞ്ഞേക്കാം, ഞാൻ അനാഥനാണോ? തിരുവചനത്തിൽ ഇപ്രകാരം കാണുന്നു: അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തു. ദൈവം ഉൽപ്പത്തി പുസ്തകം 1-2 അധ്യായങ്ങളിൽ ദൈവത്തെ അഭിസംബോധന ചെയ്യുന്നത് എലോഹീം എന്നാണ്. സർവശക്തിയുള്ള ദൈവം. ശൂന്യതയുടെ നടുവിൽ നിന്ന് സകലത്തെയും തൻ്റെ ജനത്തിനു വേണ്ടി, താൻ സൃഷ്ടിക്കാനിരിക്കുന്ന തൻ്റെ ജനത്തിനു വേണ്ടി തൻ്റെ വാക്കുകൊണ്ട് നിർമ്മിച്ച ദൈവം. നാം വിശ്വസിക്കാൻ കഴിയണം, എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്ന ദൈവമാണ്. നമ്മുടെ ആന്തരികമായി നമ്മളെ വേദനിപ്പിച്ച്, നമ്മളെ നിരാശപ്പെടുത്തി, നമ്മളെ രോഗിയാക്കി 4 ചുവരുകൾക്കുള്ളിൽ തളച്ചിടുവാൻ പിശാച് പരിശ്രമിക്കുമ്പോൾ നമുക്ക് പറയാൻ കഴിയണം, ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ? താൻ പ്രസവിച്ച മകനോട് കരുണ തോന്നാതിരിക്കുമോ? അവൾ മറന്നു കളഞ്ഞാലും ഞാൻ നിന്നെ ഒരു നാളും മറക്കുകയില്ല. ദൈവം നമ്മളോട് പറയുന്നു, ഒരിക്കലും മറക്കാൻ പാടില്ലാത്തൊരമ്മ തൻ്റെ കുഞ്ഞിനെ മറന്നാൽ പോലും, മകനെ ഞാൻ നിന്നെ മറക്കത്തില്ല, മകളെ ഞാൻ നിന്നെ മറക്കത്തില്ല. നോക്കൂ, ഈ ലോകത്തിൽ ആര് നമ്മെ മറന്നാലും ദൈവമായ കർത്താവ്, സർവശക്തിയുള്ളവനായ ദൈവം, ഏലോഹീമാകുന്ന ദൈവം നമ്മുടെ പിതാവായി മാറുന്നു. ആ ദൈവം നമ്മോട് പറയുന്നു, ഒരമ്മയെപ്പോലെ മാർവോടടച്ച്, ഒരു പിതാവിനെ പോലെ എല്ലാ ആവശ്യങ്ങളും നടത്തിത്തന്ന് നമ്മോട് ദൈവം ചോദിക്കുന്നു, ഞാൻ നിന്നെ മറക്കുമോ? പലപ്പോഴും ഹൃദയത്തിനകത്ത് ഒരു അനാഥനാണെന്ന്, എനിക്കാരുമില്ല എന്ന് പിശാച് നമ്മുടെ ഹൃദയത്തിൽ മന്ത്രിക്കുമ്പോൾ, നമ്മളോട് പറയുമ്പോൾ, നമുക്ക് തിരിച്ച് നമ്മുടെ ദൈവം ആരാണ്? ദൈവം എൻ്റെ പിതാവാണ്. ആ ദൈവം ആരാണ്? സർവശക്തിയുള്ള ദൈവമാണ്. എൻ്റെ ആവശ്യങ്ങൾ നിവർത്തിച്ചു തരുവാൻ, എന്നെ സൂക്ഷിക്കുവാൻ, എന്നെ പരിപാലിക്കുവാൻ. ലോകം എന്നെ അനാഥനെന്ന് വിധി എഴുതുമ്പോൾ, എനിക്കാരുമില്ല എന്ന് വിധി എഴുതുമ്പോൾ, സർവശക്തനായ ദൈവം എൻ്റെ പിതാവായി മാറുന്നു. അതേ പ്രിയരെ, യേശു കർത്താവിനെ ഹൃദയത്തിൽ ഏറ്റെടുക്കുന്നൊരു ദൈവവൈതലാണെങ്കിൽ നിങ്ങൾ അനാഥനല്ല. യേശു നിങ്ങളുടെ പിതാവാണ്, യേശു നിങ്ങളുടെ മാതാവാണ്, യേശു നിങ്ങളുടെ സഹോദരനാണ്. ആ യേശുവിനായി ഹൃദയം കൊടുക്കൂ. സർവശക്തനായ ദൈവം നമ്മെ തിരുവചനങ്ങളാൽ അനുഗ്രഹിക്കട്ടെ. മേ ഗോഡ് ബ്ലെസ് യു.